അന്വേഷണങ്ങൾക്കും ചടങ്ങുകൾക്കും നിന്നില്ല. അങ്ങനെയാണ് വധുവിനെ ആവശ്യമുണ്ടെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നത്. ധാരാളം രക്ഷിതാക്കളുടെ കത്തുകൾ വന്നു. കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നേരിട്ടെഴുതി. അത് നീയായിരുന്നു. ഇതാണ് ആ കത്ത്. വായിച്ചതല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ എന്റെ മുന്നിലിരുന്ന് നീ അത് വായിച്ചു കേൾക്കാൻ ഒരാഗ്രഹം. വായിക്കൂ. എന്റെ പേര് പ്രമീള. BA പാസ്സായിട്ടുണ്ട്. പ്രാരാബ്ധങ്ങളും കുടുംബത്തിന് അച്ഛനുണ്ടാക്കി വെച്ച ദുഷ്പേരുകളും കാരണം എനിക്ക് വന്ന വിവാഹാലോചനകളൊക്കെ നടക്കാതെ പോയി. ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. 2 പുരുഷന്മാർ എന്റെ മനസ്സിൽ വിവാഹ പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു. നിരാശയായിരുന്നു ഫലം. എന്റെ ശരീരം കളങ്കപ്പെട്ടിട്ടില്ല. സ്നേഹിച്ചവരിൽ എന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടുമില്ല. എനിക്കൊരു ജീവിതം വേണം. ആ ആഗ്രഹമാണ് ഈ കത്ത്. ഈ നിസ്സഹായതയും ആത്മാർത്ഥതയുമാണ് നിന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നാട്ടുകാരെ കൊണ്ട് ഇനി അധികം പറയിപ്പിക്കാതെ ഇത് നോക്കി ആർക്കെങ്കിലും വല്ലയിടത്തിറങ്ങി പോകാൻ നോക്ക്. ഇതെല്ലാം എനിക്ക്. അതെ, ഇന്നലെ വരെ നീ എന്ത് ധരിച്ചിരുന്നു, എങ്ങനെ നടന്നിരുന്നു എന്നതൊരു പ്രശ്നമല്ല. ഇന്ന് നീ അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ ഭാര്യയാണ്. ഇനി എന്റെ അന്തസ്സിനൊത്ത് വേണം നീ ജീവിക്കാൻ, പ്രത്യേകിച്ച് വേഷത്തിലും ഭാവത്തിലും. ഇത് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ്. നല്ല ചേർച്ചയുണ്ട്. ആദ്യമായിട്ടാണ്.
ബാലേന്ദ്രനോ? എവിടെ ആയിരുന്നു ഇതുവരെ? അമ്മയെ സ്റ്റേഷൻ വിട്ടുന്നപ്പോ ലേറ്റ് ആയി സർ. ഓഹോ. അമീത് മൈ വൈഫ് പ്രമീള. ഇത് അഡ്വക്കേറ്റ് ബാലേന്ദ്രൻ, എന്റെ ജൂനിയർ. മൈ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ബോത്ത് ഹാൻഡ്. മിസ്സസ് എവിടെ? ഇവിടെ നിപ്പുണ്ടായിരുന്നോ? പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. വേണ്ട. ആ ബാലേട്ടാ, ഡോക്ടറും ഭാര്യയും വന്നിരുന്നു, കണ്ടോ? ഇല്ല. അയ്യോ, റാണി ഉടുത്ത സാരി എന്ത് നന്നായിരുന്നു. എനിക്കും ആ കളറിൽ ഒരെണ്ണം വാങ്ങണം. ബാലേട്ടാ, എങ്ങനെയുണ്ട് സാറിന്റെ ഭാര്യ? ഇഷ്ടപ്പെട്ടോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ കല്യാണം കഴിച്ചത്. ബാലേട്ടന് ഇഷ്ടപ്പെട്ടോന്നാ ചോദ്യം. എനിക്കിഷ്ടപ്പെട്ടു. ഐശ്വര്യമുള്ള മുഖം, കണ്ടിട്ട് പാവാണെന്നാ തോന്നുന്നത്. അങ്ങേരുടെ മൂശേട്ടത്തരവുമായി എങ്ങനെ ഒത്തുപോകുമെന്നാ. അത് അവരുടെ കാര്യം, അവര് നോക്കിക്കോളും. താൻ പോയി കിടക്കാൻ നോക്കും. ഓ ആശാനെ, ചൂടാവാതപ്പാ. ഹലോ, ആരാ? പ്രമീളയോ? നീ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? എന്റെ വീട്ടിൽ നിന്ന്. ആ ആ ഓഹോ, അഡ്വക്കേറ്റ് വിശ്വനാഥനോ? അമ്പടി കേമി, നീ എന്നെ പോലെ അറിയിക്കാതെ. അതിരിക്കട്ടെ, ആളെങ്ങനെയുണ്ട്? ഞാനിഷ്ടങ്ങളൊക്കെ. അപ്പോഴേ ഇനിയൊരു ഹണിമൂണിനൊക്കെ പോവണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നുണ്ടോ? വൈകിട്ടോ? വരൂ. ഓടി അവിടുന്ന്. അത് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറയാം. ആ, വരാതിരിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. വെക്കട്ടടി. ആരാ അത്? ഹേമാവതി, ബാങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പെണ്ണ്. എന്താ ജോലി? ക്ലർക്കാണ്. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. അവളും ഭർത്താവും വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്തരം കൂട്ടുകെട്ടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ സ്റ്റാറ്റസിൽ നിരക്കാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ബാലേന്ദ്രനോ? വരൂ. ഇനി അമ്മണിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു കാരണമായി. പ്രമീള അകത്തുണ്ട്, ചെല്ലു. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ സാർ? ചേച്ചി, ആ കേസ് നമുക്കൊരു ചലഞ്ചാണ്. ബാലേന്ദ്രന്റെ റിപ്പോർട്ടിൽ ഞാൻ ചില നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കണം. നീ അമ്മണി അറിയില്ലേ? മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ഞങ്ങൾ വന്നത് രണ്ടുപേരെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ്, ഞായറാഴ്ച ലഞ്ചിന്. ഓഹോ, വിരുന്ന് സൽക്കാരം. ഈയിടെ ദിവസവും അതൊരു പരിപാടിയായിരിക്കാണ്. ആയിക്കോട്ടെ, കമോൺ, ലെറ്റ് us have a drink. എക്സ്ക്യൂസ് മീ സർ, ഞങ്ങളൊരു സിനിമയ്ക്ക് നമ്മളിരുന്നാ സംസാരിച്ചിരുന്നു പോകും, ലേറ്റ് ആവും. ഓക്കെ, ഗോ അഹെഡ്. നല്ല സാരി എവിടുന്ന് വാങ്ങിയതാ? അറിഞ്ഞൂടാ, അദ്ദേഹം കൊണ്ടുവന്നതാ. അത് ശരി. ചേച്ചി പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? വീട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ വേണമെന്നാ. അത് കൊള്ളാമല്ലോ. ചേച്ചി വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു.
അമ്മണി മിസ്സസ് വിശ്വനാഥനെ ക്ഷണിച്ചില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു 6:30 മുഴുവൻ സിനിമയും കാണുന്ന വേമ്പ. ചേച്ചി വരുന്ന ഒരു സിനിമയ്ക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ. ഞായറാഴ്ച മറക്കരുതേ. വരട്ടെ ചേച്ചി. അമ്മണി ക്ഷണിക്കാൻ വന്നതാ. വന്നു. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പോകാമോ പോകാൻ പാടില്ല എന്നൊന്നും. എന്ത്? അല്ല, നേരത്തെ ഹേമ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ. അതുപോലെയാണോ ബാലേന്ദ്രന് ഭാര്യ? വലിയ ആഘോഷമായിട്ടാ ഞങ്ങളുടെ കല്യാണം നടന്നത്. മകളുടെ അനന്തരവന്റെയും കല്യാണം അല്ലേ. അച്ഛൻ കേമമാക്കി. ചേച്ചി കഴിക്ക്. ഞാനിതൊന്നുകൊണ്ട് കൊടുത്തിട്ട് വരാം. ഗുഡ്. ഊണ് കഴിക്കാറാകുമ്പോ പറയണേ. ഹൃദയില്ല, കുറെ കഴിഞ്ഞു മതി. പ്രമീള എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ വെഡിങ് ആൽബം നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി അല്ലേ? അതെ. എന്റെ ആദ്യത്തെ വിവാഹം 15 വർഷം മുൻപായിരുന്നു. വിവാഹ ജീവിതത്തിൽ എനിക്കുള്ള ആവേശം വിലാസിനി മരിച്ചതോടെ തീർന്നു. ആരുടെ കുറ്റം കൊണ്ടെന്നറിയില്ല, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായില്ല. പിന്നെ ഒരുതരം വിരക്തിയായിരുന്നു. ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു. അങ്ങനെ ഈ നിലയിലെത്തി. ഇപ്പോൾ ജീവിക്കാൻ ഒരു ഭാര്യ കൂടെ വേണമെന്ന് തോന്നി അല്ലേ? ആ അർത്ഥത്തിലല്ല. സൊസൈറ്റിയിൽ എനിക്കൊരു അപൂർണത തോന്നി തുടങ്ങി. ഒരു അപകർഷതാബോധം. ക്ലബിലോ പാർട്ടിക്കോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒറ്റയ്ക്ക്. വീട്ടിലാരെങ്കിലും വന്നാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതൊന്ന് മാറ്റിയെടുക്കാനായിരുന്നു ഈ വിവാഹം. ആ ഗ്ലാസ് ഫിനിഷ് ചെയ്തില്ലല്ലോ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അമ്മണി ഒന്നങ്ങോട്ട് വരണം. എനിക്ക് അവിടെ ഒരു കൂട്ടില്ല. വിശ്വനാഥ സാറല്ലേ? ആ വക്കീൽമാരുടെ ഭാര്യമാരായാൽ ഇതാ സ്ഥിതി. പകല് മുഴുവൻ കോടതിയിൽ, വൈകിട്ട് വന്നാൽ കക്ഷികളും കടലാസ് നോക്കലും. അമ്മണി ഊണെടുത്ത് വയ്ക്കും. ചേച്ചി ഇരിക്കൂ.